ഓക്കെ. വേടൻ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കലാകാരനാണ്. അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കും എന്ന് പാർട്ടി സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം വേടൻ്റെ വിവാഹം പരസ്യമാക്കിയതും MV ഗോവിന്ദൻ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ധർമ്മശാലയിൽ സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് കല്യാണ പ്രഖ്യാപനം. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വിവാഹകാര്യം പിന്നീട് വേടനും സ്ഥിരീകരിച്ചു. സർക്കാർ പരിപാടികളിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. പക്ഷേ വേടൻ 2 കേസുകളിൽ പ്രതിയാണ്, പീഡനക്കേസിലും കഞ്ചാവ് കേസിലും. എന്നാൽ ദളിത് ജനവിഭാഗങ്ങളുടെ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഒക്കെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ എന്നാണ് പാർട്ടി നിലപാട്. പീഡന ആരോപണങ്ങൾ നേരിടുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ രാത്രി പൊക്കി അകത്തിടുന്ന പോലീസുള്ള നാട്ടിൽ വേടന് നൽകുന്ന പരസ്യ പിന്തുണ ശരിയോ? പീഡന കഞ്ചാവ് കേസിലെ പ്രതികൾക്ക് പിന്തുണ ജാതി നോക്കിയോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ഇടുക്കിയിൽ നിന്ന് പ്രദീപാണ്. പ്രദീപ്, നമ്മുടെ ഗായകൻ വേടൻ വിവാഹിതനാവുകയാണ്. ഈ വിവരം കേൾക്കാമോ? ഇത് ഒരു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത്. അത് കേട്ടപ്പോൾ പ്രദീപിന് എന്ത് തോന്നി? ഇന്ന് മനുവിനെ കണ്ട ജയന്റെ ഒരു മോഡലാണല്ലോ. എന്നെ കണ്ടാൽ നമ്മുടെ പഴയ ജയനില്ലേ, ജയൻ പോലെ ഒരു സൈഡ് ജയൻ ഒരു കോട്ടൊക്കെ ഇട്ട് കഴിയുന്ന ഒറിജിനൽ ജയൻ തന്നെ. ആണോ? ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ജയൻ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. മീശയുടെ കട്ടിന്ന് പറഞ്ഞാൽ ഈശോയുടെ കട്ടി കുറച്ച ജയനാവെന്നാണ് പറയുന്നത് അല്ലേ? അല്ല, വേടന്റെ കേസ് പറഞ്ഞ വേടൻ മറ്റേ വേടന്റെ രക്ഷിതാവ് MV ഗോവിന്ദനാണോ? അറിയാമെന്റെ 2 കേസ് പ്രതിയല്ലേ പുള്ളി? അതെ അതെ. അയ്യോ, ഏതായാലും ഇവര് പോവാ. പിന്നെ എന്നാ പിന്നെ ഇതും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞായിരിക്കും. ഇത് കൂടെ ഒന്നും പറയാനില്ല. വേറെ എന്താ കേസായിരിക്കും പറഞ്ഞാൽ വിളിച്ചത്. ഞാൻ വിളിക്കില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ശശിധരൻ വയലാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ വയലാർ, പീഡന കേസുകളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീവിരുദ്ധ ആളുകളെയൊക്കെ കയ്യാമം വെച്ച് തുറങ്ങിലടിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഇത്തരമൊരു സർക്കാർ പരിപാടിയിലാണ് ഈ വിവാഹ പ്രഖ്യാപനമൊക്കെ നടക്കുമ്പോൾ ഇത് ജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമസ്കാരം മനു. നമസ്കാരം. ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. കാരണം മറ്റേ പരിപാടിയിലേക്ക് പോയ കാരണം. അപ്പൊ ഞാൻ വിചാരിച്ചേ കഴിഞ്ഞ ദിവസം ഇന്നലെ കാണാതിരുന്നപ്പോഴേ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ട്രെയിൻ എടുത്തായിരുന്നല്ലോ. അപ്പൊ അതിന്റെ വല്ല ക്ഷീണമായിരിക്കും എന്നുള്ളത്. അയ്യോ, ഞാൻ പേടിച്ചു പോയി. എന്തൊരു ബഹളമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ ശ്രീ ശശിധരൻ വയലാർ? അതെന്താന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പോൾ ഒരു പുതിയ ഫാഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. പത്രാഫീസിലേക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ വിളിച്ച് ആളുകളെ അങ്ങ് അധിക്ഷേപിക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ വാട്സാപ്പിലൊക്കെ ഇട്ടിട്ട് കണ്ടോ ഞാനിതാ ഒരു മാപ്രയുടെ അണ്ണാക്കിലേക്ക് കൊടുത്തത്. ഇതിലെന്ത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ചാനൽ എന്നാണ്. പക്ഷേ ഇത് തുറന്നു വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഇതൊരു മോശപ്പെട്ട ചാനലാണ്. അപ്പോൾ അത്തരം ആളുകളോട് എന്ത് പറയാനാണ്? എന്നിട്ട് അത് ഒരു ഘട്ടത്തിലും മനസ്സിലാവുന്നില്ല, അതിനുള്ള വിവേകവും ഇല്ല. അതാണ് എന്നെ ഏറ്റവും ദേഷ്യം പിടിപ്പിച്ചത്. അങ്ങനെയുള്ളവരിലേക്ക് അങ്ങോട്ട് വിളിക്കാതിരുന്നാ പോരാ, അങ്ങ് ബഹിഷ്കരിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത്ര വിഷമിക്കണേ. ഇപ്പൊ 1-2 പേരെ സ്ഥിരം ഒരു തൊഴിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം വരുമ്പോഴത്തേക്കും അവതാരകനെ ഞങ്ങൾ ഇതാക്കി കളയാന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ അത് എല്ലാവരുടെ അടുത്തൊന്നും വിലപേശില്ലെന്ന് മനസ്സിൽ തെളിയിച്ചു കൊടുത്തതിൽ സന്തോഷമുണ്ട്. കാര്യം അത്യാവശ്യമായിരുന്നു. സാധാരണ എല്ലാ ടെലിവിഷൻ ചാനലിൽ ഈ അവതാരകരൊക്കെ വളരെ പാവങ്ങളായിരിക്കും. അപ്പോൾ വ്യക്തിപരമായ ഒരു ആക്ഷേപമൊക്കെ ഉന്നയിക്കുമ്പോൾ അവർക്കത് പറയാനുള്ള മറുപടി പറയാനുള്ള ഒരു ഭയം ഉണ്ടാകും. ചില ടെലിവിഷൻ ചാനലുകളിൽ അവതാരകർ വളരെ ജൂനിയർ ആയിരിക്കും. അവർക്കൊരു എഡിറ്റോറിയൽ തീരുമാനം പെട്ടെന്ന് പറയാൻ അത് ആലോചിക്കാതെ പറയാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസമുള്ള ആളുകളെ തങ്ങൾക്കൊന്ന് ഞെട്ടിക്കാം എന്ന് കരുതി വിളിക്കുന്നതാണ്. അത് ഇവിടെ നടക്കില്ല. അത് കടത്തെണ്ണയിൽ ചെലവാകുന്ന ഒരു ഐഡിയ ആയിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ആരെയും വിമർശിക്കാം, പക്ഷെ അധിക്ഷേപം പാടില്ല. ആരെ വേണേലും നമുക്ക് വിമർശിക്കാം. ക്രിയാത്മകമായ വിമർശനങ്ങൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തീരെ വില കുറഞ്ഞ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു ഭാഷകളും മരുന്നുകളും ഉപയോഗിക്കുക, ഏറ്റവും മ്ലേച്ഛമായിട്ട് തരം താഴ്ത്തി സംസാരിക്കുക, അതൊന്നും അത്ര നല്ല പരിപാടി അല്ലല്ലോ. അതാണ് വിളിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഈ 2 തരം പീഡനം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും തീവ്രത തീരെ കുറഞ്ഞതും തീവ്രത കൂടിയതും പിന്നെ ഹൈ വോൾട്ടേജ് ഉള്ളത്. അങ്ങനെ പല രീതിയിലായിട്ട്
ഡിവൈഡ് ചെയ്ത് പോയി നമ്മുടെ ഈ പീഡനം എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് പീഡനം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ, ചെറുതായാലും ശരി വലുതായാലും ശരി എല്ലാം ഒരുപോലെ തന്നെ. പക്ഷെ കുറെ ആളുകൾക്ക് എന്തുമാകാം, ചിലർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ എന്നുള്ളൊരു രീതി ഒരു നീതിന്യായ വ്യവസ്ഥയിൽ യോജിക്കുന്ന കാര്യമല്ല ഇത്. തീർത്തും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഒരുപാട് വിഷയം ഇപ്പൊ തന്നെ വയറ്റിൽ കത്രിക, വയറ്റിന് ചേർത്തലയിൽ തന്നെയാണ് ഞങ്ങളുടെ ഗ്ലാസ് പൊട്ടി കയറിയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഗ്ലാസ് അകത്ത് വെച്ചുകൊണ്ട് തന്നെ ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ തട്ടിക്കളിക്കുമ്പോൾ ഇതിനകത്ത് വിഷയം തിരിച്ചുവിട്ട് ഇപ്പൊ ഇതൊരു ചർച്ചയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാഷ് ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമില്ല. കാര്യങ്ങളിൽ നിന്ന് മാറ്റാൻ ഒരു കല്യാണക്കാര്യം പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് കരുതി പറഞ്ഞാന്നാണ് പറയുന്നത്. തൽക്കാലം ഒരു ആശ്വാസം. അപ്പൊ അടുത്തത് വേറെ എന്തെങ്കിലും വെട്ടിത്തരം വന്നോളും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നമ്മൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പാർട്ടി തന്നെയല്ല, പല പാർട്ടിയിലും ഉണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാവസ്ഥയാണ്. കാരണം ആ കസേലിരുന്ന ആരൊക്കെയാണ് നമ്മുടെ ബാലകൃഷ്ണ സഖാവ് ഇരുന്നപ്പോഴത്തേക്കും, കോടിയേരി ഇരുന്നപ്പോഴത്തേക്കും എന്ത് മാന്യത ഉണ്ടായിരുന്നു, എന്തെല്ലാം ഇവിടെ തീവ്രമായ പ്രശ്നങ്ങൾ വന്ന് അദ്ദേഹം എത്ര നൈസായിട്ട് സോൾവ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് സംസാര രീതി ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വരുമോ? എതിർപക്ഷത്തിന് പോലും അദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കാറില്ലായിരുന്നു. കാര്യം അതാ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹിമ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു മുഖ്യമന്ത്രിയെക്കാളും പവറുള്ളതാണെന്നുള്ള ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ഈ നിസ്സാരവൽക്കരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ഒരു കാര്യമില്ലായിരുന്നു. ആ പരിപാടി അവിടെ നടത്തിക്കൊണ്ട് പോവുക. കല്യാണം നടത്തേണ്ടവർ നടത്തിക്കൊള്ളുന്നേ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഒരു വിഷയം? അതാ ഞാൻ പറഞ്ഞ വിഷയം ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ എന്റെ പിന്നിൽ ലക്ഷ്യമുള്ളൂ. പുള്ളി ആളൊരു സരസനാണ്. നമുക്കത് അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സിതൻ എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. സിതൻ, നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സിതൻ ആലപ്പുഴയിൽ എവിടുന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴ മണ്ണഞ്ചേരി. മണഞ്ചേരി. ഓക്കെ. അതെ. സിതൻ ഈ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത്? വേടൻ ഒരുപക്ഷെ നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യം കൊണ്ട് ഒരു പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞതാകാം. അത് പക്ഷേ ഒരു സർക്കാർ വേദിയിൽ വേണമായിരുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? വേടനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പിന്നോക്ക വിഭാഗക്കാരൻ, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നതായത് കൊണ്ടായിരിക്കാം ചിലപ്പം കുറെ സപ്പോർട്ട് ചെയ്യുന്നത്. വിവാഹ പരിപാടിയല്ലേ, അപ്പൊ വിവാഹ പരിപാടിയിൽ പങ്കെടുത്തതിൽ അത്ര വലിയ ഒരു മോശമാണെന്നുള്ളൊരു അഭിപ്രായം ഇല്ല. ഇതൊക്കെ ഈ നേരത്തെ ഒരു ആള് പറഞ്ഞതുപോലെ ഇതൊക്കെ ആലോചിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ട് അതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ ഈ പലരും പല രീതിയിലൊക്കെ പോയി വീഴുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ പുലിനഖ എന്തോ കഴുത്തിലിട്ടെന്നും പറഞ്ഞിട്ടൊക്കെ അറസ്റ്റ് ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്തെങ്കിലും പലരുടെയും പല വിഐപികളുടെയും കൈകളിൽ അതുണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എനിക്കതിനെ സംബന്ധിച്ച് വലിയ അഭിപ്രായം ഇല്ല. കാരണം അത് പങ്കെടുത്തതിനകത്തുനിന്ന് പരിശോധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിജു എന്നോട് പറയുന്നു നമസ്കാരം എന്ന് പറയുന്നുണ്ട്. എനിഹൗ ഇറ്റ് ഇസ് നോട്ട് പീഡനം, ഇറ്റ് ഈസ് വിവാഹം, റെസ്പെക്ട് ഇറ്റ്. അത് അല്ല, ഞാൻ വിവാഹത്തെ ഇത് പറഞ്ഞല്ല. ആളുകൾ കല്യാണം ഞാൻ കല്യാണത്തിനൊന്നും എതിരല്ല. കല്യാണം കഴിക്കുന്നത്, ആളുകൾ കല്യാണം കഴിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, അങ്ങനെ ഒരു പീഡന കേസ് പ്രതി, കഞ്ചാവ് കേസ് പ്രതിക്കൊക്കെ സർക്കാർ പരിപാടികളിൽ ഇങ്ങനെ വിവാഹ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുന്നതിന് കേരളം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആയിക്കോട്ടെ കേട്ടോ, എനിക്കതിൽ പരാതിയൊന്നുമില്ല. ജയകുമാർ പറയുന്നത് നമസ്കാരം, പാർട്ടിക്ക് പറ്റിയ കേസായതുകൊണ്ട് ഗോവിന്ദൻ അല്ലാതെ പിന്നെ ആരാണ് ചേർത്ത് പിടിക്കാനുള്ളത്? പിന്നെ സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സദാശിവൻ നായർ ഹായ് എന്ന് പറയുന്നുണ്ട്. എന്നെ കണ്ടതിൽ വലിയ സന്തോഷം എന്ന്, വളരെ 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 സന്തോഷം എന്ന് പറയുന്നു. ഏതായാലും സദാശിവൻ നായരുടെ കമൻറ്റ് വായിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ 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 സന്തോഷം. അപ്പോൾ ജയകുമാർ പറയുന്നു ശശിധരൻ്റെ പാർട്ടിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നു. ഓക്കെ, കിഷോർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, കോന്നിയിൽ നിന്നാണ്. അരുന്ധതി കോലമ്പറമ്പ് നമസ്കാരം എന്ന് പറയുന്നു. ഹായ് മനു, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് തംസപ്പൊക്കെ അയക്കുന്നു, സന്തോഷം. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്, നമസ്കാരമുണ്ട്. നമസ്കാരം. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു അടിച്ചമർത്തപ്പെട്ടവനായി ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതല്ലേ നല്ലത്. അതാകുമ്പോ ബലാത്സംഗം ചെയ്യാം, കഞ്ചാവ് വലിക്കാം, കഞ്ചാവ് കച്ചവടം ചെയ്യാം. അത് ഉണ്ണികൃഷ്ണൻ ബോധംകോടിന് കഞ്ചാവ് വലിക്കണമെന്ന് വല്ല താല്പര്യമുണ്ടോ? ഇപ്പൊ മുമ്പ് പറഞ്ഞായിട്ടില്ലേ, അടിച്ചമർത്തപ്പെട്ടവനായതുകൊണ്ടാണ് പ്രഖ്യാപനം നടത്തിയത്, അവനെ പിടിച്ചുകൊണ്ടുവരാനാണെന്ന്. അവൻ ചെയ്ത തെമ്മാടിത്തത്തിന് എന്തെങ്കിലും ഒരു ഇവിടെ സാധാരണക്കാരായിട്ടുള്ളവരൊന്നും നോക്കിയാൽ മതി. അവൻ ആത്മഹത്യയാണ് ഇവിടെ അവന്റെ ഫലം. ഈ നാണമുണ്ടോ ഇയാൾക്ക്? ഈ മനുഷ്യന് നാണമുണ്ടെങ്കിൽ ഇതുപോലൊരു പീഡന കേസിലെ പ്രതിയാ, കഞ്ചാവ് കൂടിയനാ, പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചുകൊണ്ടിടക്കാൻ ഇയാൾക്ക് നാണമുണ്ടോ? ഇയാൾ ഈ കേരളം അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ലേ, ഒരു പാർട്ടിയുടെ
സെക്രട്ടറിയല്ലേ ഈ മനുഷ്യൻ നാണോമാനം ഉണ്ടോ? ഇതെന്തോന്ന് തീവ്രത നോക്കി പിന്നെ അളക്കുന്ന? അല്ലെങ്കിൽ തന്നെ എവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാടിന്റെ പോക്കെങ്ങോട്ടാണ്? ഒന്ന് പറഞ്ഞേ. എനിക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ പീഡന കേസിലെ പ്രതികളെയൊക്കെ ഈ ജാതി നോക്കിയാണ് ഇവര് പിന്നെ മറ്റുള്ള ഈ കേസും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ തീരുമാനിക്കുന്നത്. ഞാൻ നാളെ എന്തെങ്കിലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ പിന്നെ സ്വീകരണം കിട്ടുമോ? എന്റെ കല്യാണം പ്രഖ്യാപിക്കാൻ, എന്റെ മക്കളെ കല്യാണം പ്രഖ്യാപിക്കാൻ ഇതുപോലെ പിന്നെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കണോ? വരുമോ? നാണമില്ലല്ലോ, നാണം. ഓക്കെ, ഏതായാലും ഇതിന്റെ മറുപടി എനിക്ക് തോന്നുന്നത് നമ്മുടെ പിന്നെ കൃഷ്ണൻകുട്ടി മണിമല ഉണ്ട്. കൃഷ്ണൻകുട്ടിയൊക്കെ പോട്ടെ, വ്യക്തിപരമായി നമ്മൾ അദ്ദേഹത്തെ അതിശയിക്കണ്ട. പോട്ടെ, അദ്ദേഹം കൃഷ്ണൻകുട്ടിക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ ഇന്ന് ഇതിൽ പ്രതികരിക്കണം. എനിക്ക് കേൾക്കണം അത്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഒരു യുവ ഡോക്ടറാണ് പരാതി നൽകിയത്. പരാതി കോടതി ഇത് പരസ്പര ഉഭയകക്ഷി ബന്ധം എന്ന തമ്പത്തോടു കൂടിയുള്ള നടപടി എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് കൃഷ്ണൻകുട്ടി മണിമല ടെലിഫോൺ കട്ടായിരിക്കുന്നു. ശ്രീ ഉമേഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്. നമസ്കാരം. ശ്രീ ഉമേഷ്, ഈ പീഡനക്കേസ് പ്രതിയെ പാലക്കാട് അർദ്ധരാത്രി പോയി അതിവിദഗ്ധമായി വളഞ്ഞ് പിടിച്ച് പൊക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിടുന്ന ഒരു പോലീസ് സംവിധാനമുള്ളൊരു നാട്ടിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ രണ്ട് നീതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അല്ല, വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേടനെ ഇപ്പൊ ആരോ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ടവന് എന്തും ചെയ്യാമെന്നൊന്നും ഈ നാട്ടിൽ നീതി ന്യായ സ്ഥിതിയൊന്നുമില്ല. പക്ഷേ വേടെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരം പാട്ടിലൂടെ പറഞ്ഞു എന്നൊക്കെ ഉള്ളൂ. അതൊരു ഈ വർഗീയവൽക്കരിക്കൊന്നും വേണ്ട. പിന്നെ പീഡന പരാതി, വേദനേക്കാളും വലിയ ആൾക്കാരൊക്കെ അതേ പാർട്ടിയിൽ മേൽ സ്ഥാനങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകൾ, പേഴ്സണൽ സെക്രട്ടറിയേറ്റ് വരെ നിൽക്കുന്ന അവസ്ഥ പാർട്ടിയിലുണ്ട്. അപ്പോൾ ആ പാർട്ടിയെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യകതയില്ല. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു പാർട്ടിയുടെ ഈ പരിപാടിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതല്ല. പക്ഷെ വേടനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വേടന് ഇന്ന് മുൻപ് വിളിച്ച അദ്ദേഹം പറയുന്ന പോലെയല്ല, ഇന്ന് ജനസ്വാധീനമുണ്ട് വേടന്. അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് വേടനെ ചേർത്ത് പിടിച്ച് വേടന്റെ കല്യാണക്കാരിയെല്ലാം ഇങ്ങനെ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പ്രഖ്യാപിക്കുന്നതല്ല. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട എത്രയോ വിഭാഗത്തിൽപ്പെട്ട കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ഗോവിന്ദമാഷ് ഇവിടുന്ന് പറയുന്ന അതൊന്നല്ല. ഇത് ആ പാർട്ടിയുടെ ഒരു അതപ്പ തന്നെ ഉണ്ട്. ആ പാർട്ടി തന്നെ അതപ്പതിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. പാർട്ടി എന്തെല്ലാം കാര്യങ്ങൾ അതപ്പതിച്ച്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവും ആണ്. അപ്പോൾ പ്രകാശൻ എന്നോടൊപ്പം പയ്യന്നൂരിൽ നിന്ന് ചേരുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രകാശനിലേക്ക് വരുന്നതിന് മുമ്പ് വേടനെ അധിക്ഷേപിച്ച് എന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് റോഷൻ. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു നമസ്കാരം, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയുന്നില്ല, ഐ എം നോട്ട് ടു കമൻറ്റ് ഇൻ ദിസ് സബ്ജക്റ്റ് എന്ന് പറയുന്നു. ഏതായാലും പക്ഷേ ഐ എം ഹാപ്പി ദാറ്റ് യു ആർ വാച്ചിങ് അസ്. ഒപ്പം പ്രദീപ് കുമാർ എന്നോട് പറയുന്നു പീഡനക്കേസിലെ പ്രതികളെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റാർക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. മനു ഈസ് ടാപ്ഡ് ടോപ്പിക് ഫോർ പൊതുവേദി എന്ന് എന്നോട് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. മനു നമസ്കാരം എന്ന് മുരളിയും പറയുന്നുണ്ട്. പ്രകാശൻ എന്നോടൊപ്പം ചേരുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. ഞാൻ അപ്പോൾ പ്രകാശൻ ആ കണ്ണൂർക്കാരനാണല്ലോ. അപ്പോൾ പയ്യന്നൂരിലേക്ക് പോകുന്ന വഴിയിലാണല്ലോ ധർമ്മശാല, അവിടെ വെച്ചാണല്ലോ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലൊക്കെ നടന്നത്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അന്നത്തെ ഞാൻ ഈ പരിപാടിയുടെ സംഭവമൊക്കെ അന്വേഷിച്ചു. അപ്പം എല്ലാവരും വലിയ തോതിൽ വേടൻ്റെ പാട്ടൊക്കെ ആസ്വദിച്ചു, കൈയടിച്ചു, ഒരാൾ പോസ്റ്റിൽ കയറി ഒക്കെ സന്തോഷമൊക്കെ പങ്കുവച്ചു. പക്ഷേ ശ്രീ പ്രകാശൻ, ഈ പീഡനത്തിനെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് എന്ന രീതിയിൽ പറഞ്ഞ സർക്കാരിന് ഇതൊരു ഒരു പ്രതിരോധത്തിലാക്കിയോ ഈ സംഭവം? ഇത് ഒരു തരത്തിലും സർക്കാരിന് ഒരു പ്രതിരോധം എന്ന നിലക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പാർട്ടിയോ ഒരു സംസ്ഥാന സെക്രട്ടറിയോ കുറ്റപ്പെടുത്താൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം കോടതിക്കകത്തുള്ളൊരു കേസ് കോടതി പോലും ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള കാര്യമാണ് എന്ന് അഭിപ്രായം പറയുകയും ഇപ്പോഴും അതിന്റെ കേസിന്റെ നടപടികൾ മുന്നോട്ട്. പക്ഷെ മറ്റ് ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ ചേരികളിലുള്ളവരാ ഇത് സമാനമായ കേസിൽ പെടുമ്പോൾ ഇതുപോലെയല്ല പറയുന്നത്. അതാ പ്രശ്നം. ഇതിനകത്ത് വേടൻ എന്ന് പറയുന്നത് കേരളത്തിനകത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്.
അല്ല അതൊക്കെ വേറെ കാര്യം. അറിയപ്പെടുന്ന അല്ല, ഞാൻ കലാകാരന്മാർക്ക് പറയട്ടെ, ഒരു നീതി, ഞാൻ അറിയപ്പെടാത്ത പറയട്ടെ, കലാകാരന്മാർക്ക് അതെ, വേറെ നീതി, ഞാൻ അങ്ങനെ പറയട്ടെ, പറയാമോ ശ്രീപ്രകാശൻ? അല്ല, നമുക്ക് അങ്ങനെ പറ്റുമോ? ഞാൻ പറയട്ടെ, അദ്ദേഹം ഞാൻ പറഞ്ഞത് പൂർത്തീകരിച്ചില്ലല്ലോ. ഉം. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോശം കാര്യത്തിനെ പിന്തുണക്കുക എന്ന നിലക്ക് നമ്മൾ കാണുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അദ്ദേഹം ഒരു കേസിനകത്ത് പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒന്നല്ലാണ്ട് അതുകൊണ്ട് കഞ്ചാവ് കേസും ഉണ്ട്. അദ്ദേഹത്തിനകത്ത് അതെ, അദ്ദേഹം കേസിനകത്ത് പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹം ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല, അതിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യമാണ് ഉള്ളത്? കോടതി ശിക്ഷിച്ച ഒരു പ്രതിയാണ് ഈ രീതിക്കകത്ത് നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഒരു കേസ് കൊടുത്തു എന്നതിന്റെ പേരിൽ മാത്രം അത് കോടതിക്കകത്ത് വലിയ ഞാൻ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ഇത്രയും അതിനെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് പക്ഷേ ഒരു ഇരട്ട നീതി എന്ന മറ്റേ മറുഭാഗത്തിന്റെ വാദത്തിന് ബലം കൂട്ടില്ലേ? സത്യസന്ധമായി പറയണം. എങ്ങനെയാണ് ഈ ഇരട്ട നീതി? നമ്മളിപ്പോ പറയുന്നത് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് രണ്ടും എന്താ പറയാ, വലിയ അന്തരമല്ലേ, അജഗജാന്തരം വ്യത്യാസമല്ലേ ഈ രണ്ട് കേസുകളും തമ്മിൽ? നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നാളിപ്പോ വേടൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്ത് പിടിക്കൽ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യമല്ലേ? ശരി, ഏതായാലും മറ്റേ ഈ വേടന്റെ കാര്യത്തിൽ 2021 ഓഗസ്റ്റ് മുതൽ 23 മാർച്ച് വരെ തുടർച്ചയായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് യുവതി പറയുന്നത് കേട്ടോ, പരാതി. തീർച്ചയായിട്ടും അതിനകത്ത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ വേടനെ പിന്തുണക്കുന്ന ഒരവസ്ഥക്കകത്ത് ഇടതുപക്ഷമോ സംസ്ഥാന സെക്രട്ടറിയോ പോകില്ല എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമല്ലേ? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജുക്കുട്ടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജുക്കുട്ടി, നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഈ പാർട്ടി വേടന്റെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുക്കുക എന്ന് പറയുന്നത് ശരി, ഒരിടത്ത് രണ്ട് കച്ചവടമാണ്. അതായത് ഇപ്പം പ്രകാശൻ പറഞ്ഞത് തന്നെ ഞാൻ കേട്ടു. അതുപോലെ തന്നെ വേടന്റെ കേസും ഉണ്ട്, രാഹുലിന്റെ ഫാബ്രിക്കേറ്റഡ് കേസ്, മറ്റേത് കറക്റ്റ് ആയിട്ടുള്ള കേസ്. പാർട്ടി ആരെയാണ് സഹായിക്കുന്നത്? അതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. അതൊരിക്കലും തെറ്റായ ഒരു പ്രവണതയാണ്, അത് നല്ലൊരു കാര്യമല്ല. വേടന്റെ വിവാദം പക്ഷെ പാർട്ടി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പാർട്ടി നല്ല കാര്യം ചെയ്തു. അതാണ്ട് ഇപ്പം തന്നെ 10% സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA അനുവദിച്ചു. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ രാജുക്കുട്ടി, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ കാര്യമായി? ഞാനൊരു പെൻഷനറാണ് സാറേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും നാളുകൊണ്ട് തരാതിരുന്നത് ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് 10% തന്നു. അത് എനിക്കൊരു സന്തോഷമാണ്. എനിക്കൊന്ന് ശാരീരികമായിട്ടൊന്ന് അസ്വസ്ഥതയുണ്ട്. എനിക്ക് ഹാർട്ടിന് കംപ്ലൈന്റ് ആണെന്ന് സാറിനോട് പറഞ്ഞല്ലോ. അതെ, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നെന്നും പറഞ്ഞു. അതെ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല. അത് ഈ ഡോക്ടർമാരുടെ സമരം കാരണമാണ് ഇന്ന് പോകാൻ പോലും പറ്റാതെ വന്നത്. ഇന്ന് ബുദ്ധിമുട്ടിയോ സമരം കാരണം? അതെ, സമരം കാരണം തന്നെയാണ്. ഇന്നാണെങ്കിൽ ഡോക്ടർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നതാ ചെല്ലാൻ വേണ്ടി. പക്ഷേ ഇത് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് അതുകൂടെ തയ്യാറാവുണ്ടായോ? ഇന്ന് തന്നെയാണെങ്കിൽ കത്രികയുടെ പ്രശ്നമുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൽ കൂട്ടത്തിലാണെങ്കിൽ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ചീത്ത കാര്യം ചെയ്യുന്നുണ്ട്. വേടന്റെ വിവാഹം ഇതിനകത്താണെങ്കിൽ ഇപ്പം പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ ബലമായ ഒരു അഭിപ്രായം. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ വിജയൻ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയൻ, നമസ്തേ സാറേ. നമസ്കാരം. വേടന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കണക്കുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്തില്ല സാറേ. ഇത് അവര് ഹമാസിനെ പിന്തുണയ്ക്കുന്നു, അതേപോലെ മറ്റുള്ള ആളുകളെയൊക്കെ ഇതേപോലുള്ളവരെ പിന്തുണയ്ക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ഇയാൾക്ക് അവാർഡുകൾ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അവാർഡുകൾ കൊടുക്കുന്നു. ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിലെ മലയാളികളെ എല്ലാം മുഖം മൂടി കണ്ണ് കെട്ടി മണ്ടന്മാരും അന്ധന്മാരും ആക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്തൊന്നും ഒരു സത്യവും ഇല്ല. ഇതിനെ ഒന്നും മലയാളികള് ഏക്കത്തില്ല. വ്യക്തമാണ് താങ്കളുടെ. ഇസ്മായിൽ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ഇസ്മായിൽ കണ്ണൂരുകാരാണ്, തലശ്ശേരിയിലാണ് വീടല്ലേ? ഇസ്മായിൽ തലശ്ശേരിയല്ല, എടശ്ശേരിയാണ്. എടശ്ശേരിയാണ്. അത് പക്ഷെ അടിച്ചു വന്ന എനിക്ക് തോന്നുന്നു തലശ്ശേരി എടശ്ശേരിക്കാരാണ്. വടകര എടശ്ശേരി. എന്നാലും തലശ്ശേരിയോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ? ബോർഡറാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ വരുമോ അതോ കണ്ണൂർ ജില്ലയിൽ വരുമോ? കണ്ണൂർ ജില്ലയാണ്. പാലക്കാട് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ്. തലശ്ശേരി താലൂക്കാണ്, പക്ഷെ സ്ഥലം എടശ്ശേരിയാണ്. അങ്ങനെയാണ്. അതായത് തലശ്ശേരി കണ്ണൂർ ജില്ല, നമ്മള് ഈ പാലത്തിന്റെ ഇപ്പുറം കോഴിക്കോട് ജില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചത് ശ്രീ ഇസ്മായിൽ കോഴിക്കോട് ജില്ലക്കാരനാണോ? കോഴിക്കോട് ജില്ലക്കാരനാണ്. പക്ഷെ നമുക്ക് 2 കിലോമീറ്ററാണ് കണ്ണൂർ ജില്ലയിലേക്ക് പോകാൻ. കണ്ണൂരാണോന്ന് ചോദിച്ചാൽ കണ്ണൂരാണെന്ന് പറയാം, കോഴിക്കോടാണെന്ന് വെച്ചാൽ കോഴിക്കോടാണെന്നും പറയാം അല്ലേ? ഉമ്മാന്റെ വീട് കണ്ണൂരാണ്. ഉമ്മ കണ്ണൂരാണ്. ഉമ്മ എവിടെയാ? കണ്ണൂർ എവിടെയാ? തലശ്ശേരിയാണ്. കണ്ണൂർ ജില്ല കടവത്തൂർ.
കണ്ണൂർ ജില്ലയിൽ കടവത്തൂര് എനിക്കറിയാം കടവത്തൂര്. അതെ അതെ. അല്ല, വേടന്റെ ഇതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം വേടൻ നല്ലൊരു കലാകാരനാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ 2021 ഓഗസ്റ്റ് മുതൽ 23 മാർച്ച് വരെയുള്ള സമയത്ത് പിന്നെ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പറയുന്നത്. അത് കൂടാതെ വേറെ 2 യുവതികളും പരാതിയൊക്കെ കൊടുത്തിരുന്നു. യുവതി പറയുന്നു എന്ന് പറയും. നമ്മുടെ നിയമവ്യവസ്ഥയുണ്ട്. കോടതി അയാളെ ശിക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അയാൾ ഒരു കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ സമാനമായ നിലപാട് ഇവർക്ക് എടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. രാഹുലിന്റെ കാര്യത്തിൽ നമ്മൾ അതേ സപ്പോർട്ട് ഇത് വേറെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മളും. കാരണം ഈ അത് കുറച്ചുകൂടെ തീവ്രത കൂടി എന്നാണോ? അല്ല, രാഹുൽ ഒരു കോടതി ഇതുവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടില്ല. ഒരു സ്ത്രീ പറയുന്നു ഇന്നുണ്ട്, പക്ഷെങ്കിൽ അത് കോടതിയുടെ വിധി വന്നാലും നമുക്ക് അന്തിമമായിട്ട്. അപ്പൊ ഏതായാലും കോടതി വിധി വരുന്നത് വരെ അദ്ദേഹം നിരപരാധി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിരപരാധിയെ കാണാം എന്ന് പറയാം അല്ലേ? തീർച്ചയായും നമ്മൾ ഇന്ത്യൻ നിയമവ്യവസ്ഥ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഈ രാഹുൽ മാക്കൂട്ടത്തിലെ കാര്യത്തിലും സമാനമായ നിലപാട് തന്നെ സ്വീകരിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായും അതെ. അപ്പൊ അങ്ങനെ വേണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഇസ്മായിൽ. ഓക്കെ, ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, കേൾക്കാമോ? ശ്രീ ബാലകൃഷ്ണൻ, എനിക്ക് എന്തോ ടെലിഫോണിൽ പ്രശ്നമുണ്ട്. ശ്രീ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നു മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, 2 തരം ആളുകളോട് 2 തരം നീതി എന്ന ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരു വിഭാഗത്തിലെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ആളുകൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് കൃത്യമായി മാറ്റിപ്പിടിക്കുന്നു. അതേസമയം മറുപക്ഷത്ത് വരുമ്പോൾ വലിയ സ്ത്രീവാദികളെന്ന തരത്തിൽ പുറത്തേക്ക് വരുന്നു CPM. ഇങ്ങനെയുള്ള ആക്ഷേപത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ നമ്മളെ നാട്ടിൽ നടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വേർതിരിവോട് കൂടിയിട്ട്, അതായത് നമ്മൾ നിലപാടെടുത്താൽ നമുക്ക് എന്ത് ഗുണം കിട്ടും, ആ ഒരു കാര്യം നോക്കിയിട്ട് തന്നെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഈ വേടനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം ഉള്ള ഒരു വ്യക്തിയല്ല. അത് എന്റെ കാര്യമാണ് അത് പറയണത്, എല്ലാവരുടെയും കാര്യമല്ല. അഭിപ്രായമുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് മനസ്സിൽ ഒരു മോശം പ്രതിച്ഛായുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആൾക്കൂട്ടം, അതായത് ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വേടന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ വേടന്റെ പിന്നിൽ കുറെ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ലക്ഷ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അല്ലാണ്ട് ഇപ്പൊ ഇതിലിപ്പോ നിലപാട് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല. അതായത് നമ്മുടെ ഒരു സംസ്ഥാന സെക്രട്ടറിക്ക്, പാർട്ടിയുടെ സെക്രട്ടറിക്ക് യോജിച്ച പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സദാശിവൻ നായർ എന്നോട് പറയുന്നത് CPIM എന്ന പാർട്ടി ഇത്തരം പരിപാടികൾ നടത്തുന്നത് തന്നെ പാർട്ടിയുടെ അധപ്പതനം എവിടെ എത്തി നിൽക്കുന്നു എന്നതും സ്ഥിതി ദയനീയ അവസ്ഥയുമൊക്കെയാണ് മനസ്സിലാകുന്നത് എന്നാണ് സദാശിവൻ നായർ 5324 എന്നോട് പറയുന്നത്. അമ്പാടി ഖാ എന്നോട് പറയുന്നത് പ്രകാശ രാഹുൽ കേസിൽ ശിക്ഷിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ രാഹുൽ കേസിലും ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ കല്യാണം നടക്കട്ടെ, ക്ഷണം കിട്ടിയാൽ ആർക്കും പോകാം എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. അപ്പോൾ ഇത് ക്ഷണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ശ്രീ രഘുനന്ദനൻ തിരുമുല്ലവാരം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഗോവിന്ദമാഷെ വേടൻ പോയി വീട്ടിൽ പോയി ക്ഷണിച്ചു. ഞാനിത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണൂരിലെ ക്യാമറാമാനുണ്ട് സുമേഷ് മോറാഴ. അപ്പോൾ ഈ ഗോവിന്ദമാഷും സുമേഷ് മോറാഴിയും ഒക്കെ അയൽക്കാരാണ്. അപ്പോൾ സുമേഷാണ് ഈ പരിപാടി കാണാൻ കുടുംബസമേതം, ഇത് വാർത്ത കവർ ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടല്ല, കുടുംബസമേതം ഈ പരിപാടി കാണാൻ, ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കാണാൻ തളിപ്പറമ്പിൽ ചെന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വേടൻ്റെ വിവാഹ പ്രഖ്യാപനവും അത് പരസ്യപ്പെടുത്തലും അതിനെ തുടർന്ന് അത് വേടൻ വന്നത് സ്ഥിരീകരിക്കുന്നതൊക്കെ സുമേഷാണ് കാണുന്നത്. ആദ്യം ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്നത് സുമേഷാണ്, അയാൾ അവിടുത്തെ ആളായതുകൊണ്ട്. അപ്പോൾ വീട്ടിൽ പോയി കല്യാണം വിളിച്ചു എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞതെന്നാണ് എന്നോട് സുമേഷ് പറഞ്ഞത്. അപ്പോൾ സുമേഷിന് ഒരുമാതിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എനിക്കുള്ളതുകൊണ്ട് ഞാനത് പ്രേക്ഷകരെ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഏതായാലും കല്യാണം വീട്ടിൽ പോയി ഗോവിന്ദ മാഷയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണ ക്ഷണം കിട്ടിയാൽ ആർക്കും പോകാം എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഗോവിന്ദ മാഷിനും പങ്കെടുക്കാം. പക്ഷേ ഇത് ഗവൺമെൻറ് പരിപാടിയായി നടത്തരുത് എന്ന് രഘുനന്ദനൻ തിരുവല്ലമാരം എന്നോട് പറയുന്നു. മാക്കൂട്ടലിനെ വെള്ള പൂശാനുള്ളത് ഉള്ള ഒരു പൊതുവേദിയായി പോയി ഇതെന്ന് പറയുന്നത്. മാക്കൂട്ടലിനെ വെള്ള പൂശാനല്ല, ഞാനിത് എല്ലാ ആളുകളോടും ഒരേ നീതി വേണം എന്ന് പറയുന്നേ ഉള്ളൂ. ഞാൻ ഒരു ഘട്ടത്തിലും രാഹുൽ മാക്കൂട്ടത്തിലെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ന്യായീകരിക്കുകയോ ചെയ്യില്ല. ദിലീപ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ദിലീപ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് ദിലീപ് ഇത് ആദ്യമായി പൊതുവേദി കാണുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാലോ ദിലീപ് സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുന്നു, മനു ഹൗ അബൌട്ട് യുവർ ഫാമിലി, ആർ ദേ വേടൻ ഫാൻസ്?
ഇത് ബേസിക്കലി ഞാൻ അങ്ങനെ പോയി പാട്ട് കേൾക്കുന്ന ഒരാളല്ല. ഞാൻ വളരെ വിരളമായ പാട്ട് കേൾക്കാറില്ല എന്ന് തന്നെ പറയാം. എനിക്കങ്ങനെ സംഗീതത്തെക്കുറിച്ച് വലിയ ഗാഹ്യമൊന്നുമില്ല. വളരെ ഏതെങ്കിലും ഒരു കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ പാട്ട് കേൾക്കാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരുടെ ഒപ്പം ഒന്നും പാട്ട് കേൾക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് വേടൻ്റെ കാര്യത്തിൽ എന്താണെന്നുള്ളത് ഞാൻ ഇനി അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഏതായാലും പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. കാരണം ഒരു സ്ത്രീപക്ഷവാദിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരക്കാരെ അവരെ കോടതി ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ഇത്തരം പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടാൻ വഴിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അമ്പാടി പറയുന്നു കലാകാരന്മാർക്ക് കഞ്ചാവ് അടിക്കാനൊക്കെ അനുവാദമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ദിലീപ് കുമാർ പറയുന്നു കണകോലുവിൻ്റെ അജണ്ട എല്ലാ മാധ്യമങ്ങൾക്കും കോടികൾ കിട്ടുന്നു, അതിൻ്റെ പണി തെരഞ്ഞെടുപ്പ് വരെ എന്നാണ്. എൻ്റെ ദിലീപേ, ഈ ന്യൂസ് 18 കണകോലുവിൻ്റെ കയ്യിൽ നിന്ന് കോടിയൊക്കെ വാങ്ങിക്കേണ്ട ഒരു ഗതികേടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞെട്ടിപ്പോയി ഞാൻ. ദിലീപിന് ഇതിനെപ്പറ്റി ഒരു ന്യൂസ് 18 പറ്റി ഇങ്ങനെ മുഴുവൻ അറിയുന്ന ഒരാൾക്ക്, എന്താണ് ന്യൂസ് 18, അത് ആരുടെയാണ് എന്നൊക്കെ അറിയുന്ന ഒരാൾക്ക് കണകോലുവിൻ്റെ പൈസ വാങ്ങിക്കാൻ പോകേണ്ട ഗതികേട് ന്യൂസ് 18 ഉണ്ട് എന്ന് ധരിച്ചല്ലോ. അതായാലും എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം സ്ഥിരം പ്രേക്ഷകരാണ് നമ്മുടെ. ജിയോവ പറയുന്നു മാങ്കൂട്ടത്തിൻ്റെ കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയുന്നു, അയാൾ കൂടുതൽ കൊടുത്തു നടക്കട്ടെ. ആരെങ്കിലും പറഞ്ഞോ വേടൻ എന്നും രാജിക്കുട്ടിയോട് ചോദിക്കുന്നു. ഓക്കെ. ബോത്ത് രാഹുൽ ആൻഡ് വേടൻ ആർ ഇന്നസെൻറ്റ് എന്ന് പറയുന്നു. പി ശശിയുടെ തീവ്രത മനുവിന് അളക്കണ്ട എന്ന് പറയുന്നു. പി കെ ശശിയുടെ എനിക്ക് ഇത്തരം ആളുകളോടൊക്കെ ഉള്ളത് ദിലീപ് ഒറ്റ സമീപനമേ ഉള്ളൂ. ദിലീപിന് അറിയാമല്ലോ ഇത്. എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരാൾ ചെയ്യുമ്പം അതിനോടൊരു സമീപനം, വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ ചെയ്യുമ്പോൾ അതിനോട് വേറൊരു സമീപനം, അങ്ങനെ ഒരു നിലപാടില്ല. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോട് ഒപ്പം ചേരുന്നുണ്ട്. യെസ്, ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. ഇതിലെന്താ അത്ഭുതപ്പെടാനാ സാർ? എന്താണ്? ഒരു കൊലക്കേസിലെ പ്രതിയുടെ കല്യാണമല്ലേ ഒരു MLA നടത്തി കൊടുത്തത്. അപ്പം ഗോവിന്ദ മാഷ് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതും വേടം പ്രതിയായിട്ട് തെളിഞ്ഞിട്ടുള്ള ആരോപണം മാത്രമേ ഉള്ളൂ. കൊലക്കേസിലെ പ്രതിയെ അയാളെ MLA ഇന്നത്തെ ബഹുമാന്യനായ സ്പീക്കർ നേരിട്ട് നിന്ന് നടത്തി കൊടുക്കുന്നത് നമ്മൾ കേരള സമൂഹം കണ്ടതല്ലേ. ഇതിലെന്ത് അത്ഭുതപ്പെടാനാ? ഇത് അവരുടെ പോളിസിയാണ്, അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അത്രേ എനിക്കും അറിയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശാന്തകുമാരി 7996 എന്നോട് പറയുന്നു എന്നെ കണ്ടതിനൊക്കെ ശേഷം, അപ്പോൾ എന്നെ കണ്ടു, ഒരു ദീർഘകാല അവധിക്ക് ശേഷമാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഏതായാലും സന്തോഷം. അപ്പോൾ AK കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നു ദിലീപിൻ്റെ സിനിമ കാണുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ദിലീപ് ഇപ്പോൾ ഏതായാലും കുറ്റവിമുക്തനായല്ലോ. നമുക്കിനിപ്പോൾ ആ നിലപാടിൽ എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. കുറ്റവിമുക്തനാണ് ദിലീപ് എന്നാണ് പറയുന്നത്. ഞാൻ ഏതായാലും സിനിമയൊന്നും അധികം അങ്ങനെ പോയി ഇങ്ങനെ ദിലീപ് അങ്ങനെ അധികം കാണാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കതിനെ കൃത്യമായി അറിയില്ല. മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. വീണ്ടും അയാൾക്ക് ഒരു പൊതുപ്രവർത്തകനെ കമ്പയർ ചെയ്യേണ്ട. വേടനുമായിട്ട് ഒരു പൊതുപ്രവർത്തകനെ കമ്പയർ ചെയ്യേണ്ട. പൊതുപ്രവർത്തകൻ ഇത് എന്നോട് ജിയോവയാണ് പറയുന്നത്. ഓക്കെ, ജിയോ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഒരു പൊതുപ്രവർത്തകൻ കുറേ കൂടി ഉയർന്ന തലത്തിൽ ധാർമ്മികത പുലർത്തണം. പക്ഷേ എല്ലാ മനുഷ്യരും ഒരു സ്വാഭാവിക ധാർമ്മികത പുലർത്തണം. വേടൻ ധാർമ്മികത പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏതായാലും കോടതി തെളിയിക്കട്ടെ. അങ്ങനെ പരാതി 2-3 നിന്ന് വന്നു. പക്ഷേ ഇവിടെ ഗോവിന്ദൻ മാഷും പൊതുപ്രവർത്തകരാണ്. അദ്ദേഹവും ഒരു ധാർമ്മികത പുലർത്താൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഇത്തരം സ്ത്രീ വിരുദ്ധ കക്ഷികളോടൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഓക്കെ, പൊതുപ്രവർത്തകൻ, പുരോഹിതൻ, ഇവർക്കൊക്കെ അല്പം കൂടുതൽ സംസാരിച്ച്, എനിക്ക് ഇംഗ്ലീഷാണ് വായിക്കാൻ കിട്ടുന്നില്ല, മലയാളത്തിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ലിയോക്സ് എന്നോട് പറയുന്നു വേടൻ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഓക്കെ, ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ, ഈ വേടെന്ന് പറഞ്ഞ ആൾക്കൊന്നും ഒരു ക്ലീൻ സ്റ്റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ജനങ്ങള്. മനസ്സിലായിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയില് പാട്ട് പാടിയിട്ട് അതിന് അനുകൂലമായിട്ടുള്ള അയാൾ പാടിക്കൊണ്ടാണല്ലോ അവിടെ ജനം കൂടുന്നത്. പഴയ കാലത്ത് ശ്യാമശിവന്റെ കഥാപ്രസംഗം കേൾക്കാനായിട്ട് ഇവിടെ ആൾക്കാർ കൂടിയിട്ടില്ലേ? അതേപോലെ ഇവിടുത്തെ സഖാക്കൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്, വേടനെ പൊറ്റിക്കൊണ്ട് നടക്കുന്നത്. ഈ ഇലക്ഷനോട് കൂടി നിയമസഭ ഈ ഇലക്ഷനോട് കൂടി വേടന്റെ പണിക്കൂട്ടി കഴിയും. സാംബശിവന് പകരം വേടനായോ ഇപ്പൊ CPM കേന്ദ്രങ്ങളിൽ? അങ്ങനെയാണോ പറയുന്നത്? അതെ, അത് ഇതിന്റെ 100% അതല്ലേ ഗോവിന്ദ മാഷ് പൊട്ടി നടക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടി വേടനെ പൊട്ടി നടക്കുന്നത്. എന്തെല്ലാം കേസുകളുണ്ട് അയാൾക്ക്? കഞ്ചാവ് കേസ്, മറ്റുള്ള കേസുകൾ. 100 വെറുതെ ആളെ പേരിൽ കേസാക്കില്ലല്ലോ.
വെറുതെ ചുമ്മാ ഒരാളുടെ പേരിൽ കേസാക്കിയിട്ട് ചാർജ് ചെയ്യോ? അത് എന്തിനു ന്യായങ്ങൾ? എന്നിട്ട് പിന്നെ പൊക്കിക്കൊണ്ട് നടക്കുക. ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം സാറ്, അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ തന്നെയാ ഇവിടെയുള്ളതൊക്കെ. വേടനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ ആരാന്നുള്ളത് എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലാവും. അത്ര നല്ല ക്ലീൻ സൈറ്റുള്ള ആളൊന്നുമല്ല എൻ്റെ അഭിപ്രായത്തിൽ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ അമ്പാടി എന്നോട് ചോദിക്കുന്നു, ഈ കഞ്ചാവ് കേസിൽ വേടനെ പിടിച്ചത് ഗോവിന്ദൻ്റെ പോലീസല്ലേ എന്ന് പറയുന്നു. സെയിൻ്റ് ആവാൻ കോൺഗ്രസ് ആവൂ എന്ന് എന്നോട് സെബാസ്റ്റ്യൻ CA പറയുന്നു. അപ്പോൾ കോൺഗ്രസിൽ ചേരൂ, അപ്പോൾ സെയിൻ്റ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ. പഞ്ചാപക്കം എന്നോട് പറയുന്നു, നിയമങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണം, കള്ളക്കേസുകൾ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഇത്തരം കേസുകൾ അതും ഒരു വലിയൊരു വിഷയമാണ്. ഇത്തരം കേസ് വരുമ്പോൾ ആരെ ഒരു പരാതി കിട്ടുമ്പോൾ തന്നെ അത് കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി എടുത്ത് അത് കുറേ കൂടി ഒരു അന്വേഷണത്തിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് പലപ്പോഴും കള്ളക്കേസുകളും വരുന്നുണ്ട് എന്ന് എന്നോട് പഞ്ചാപക്കം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. വന്നാൽ ഒരാളുടെ പ്രതിച്ഛായ വല്ലാതെ തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാംപുരത്താണ്. ശിവദാസനാണ്. ശിവദാസൻ നമ്മുടെ ആളാണ്. നമസ്കാരം. നമസ്കാരം സാറേ. വേടന്റെ അടുത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശിവദാസൻ ഈ പാട്ടൊക്കെ കേൾക്കുന്നയാളാണോ? ഗാനമേളയും പരിപാടികളൊക്കെ കേൾക്കുന്ന? ഞാനത് കലാകാരനാണ്. ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. 84 മിസ്റ്റർ കേരള ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു കാര്യമുണ്ട് സാർ, അത് വേറെ. ഞാൻ കേരളയായിരുന്നോ? അത് അതായത് കേരള പ്രൈവറ്റ് ആയിട്ട് മിസ് ബീര കേരള ജിംനാസ്റ്റിക് തിരുവനന്തപുരത്ത് കളിച്ച് കിട്ടിയതാണ്. കാരണം ഞാൻ കോളേജിൽ നിന്ന് പോയിട്ടില്ല. 10 നിർത്തിയിട്ട് പിന്നെ ആ മേഖലയ്ക്ക് അങ്ങ് പോയി. അപ്പൊ ബോഡി ബിൽഡിംഗ് രംഗത്താണ്. എത്ര കിലോ കാറ്റഗറിയിലാണ് മത്സരിച്ചത്? അന്ന് ഞാൻ 160 കിലോ, സോറി വെയിറ്റ് 110 കിലോ. വെയിറ്റ് എന്റെ ബോഡി വെയിറ്റ് 10 കിലോ. ഇന്ന് 90 കിലോ ഉള്ളൂ. 110 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. 110 കിലോ വെയിറ്റ് ഉണ്ട്. ഹെവി വെയിറ്റ് ബോഡി ബിൽഡർ ആണ്. അതെ. അന്ന് ഇന്ന് ഇപ്പോഴും 90 കിലോ വെയിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. 89, 90 ഞാൻ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. അത് ശരി. ഓക്കെ. പിന്നെ പാട്ടുകാരനാണ്, ബോഡി ബിൽഡർ ആണ്, നാടക നടനാണ്. അതെ. ഞാൻ പഠിത്തത്തിലധികം ശ്രദ്ധിച്ചില്ല. 10ാം ക്ലാസ് ഞാൻ മത്സരത്തിലെല്ലാം കബഡി മത്സരത്തിൽ പൈസ ഇട്ടിട്ടുണ്ട്, സൈക്കിൾ മത്സരത്തിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊതുവെ പ്രേക്ഷകരെല്ലാം വലിയ പ്രതിഭകളാണ് കേട്ടോ. ഞാൻ പല ആളുകളെയും കണ്ട് ഞെട്ടുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ മോഹൻദാസ് ആലത്തൂർ കീബോർഡ് ഒക്കെ വായിക്കുന്ന ഒരു പ്രേക്ഷകൻ നമുക്കുണ്ടായിരുന്നു. അതായത് കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ആലത്തൂരുകാരോട് പറയണം, നമ്മുടെ മോഹൻദാസിനെ അവിടെ അറിയുന്നത്, അദ്ദേഹം കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ജോലി ചെയ്ത ആളാണ്. അപ്പൊ ആരെങ്കിലും കണ്ടാൽ നമ്മളെ പൊതുവേദിയിലേക്ക് ഒന്ന് വിളിക്കാൻ പറയണം. ശ്രീ ശിവദാസൻ. അങ്ങനെ ഞാനൊരു കൂലിപ്പണിക്കാരനായതുകൊണ്ടും ഗവൺമെന്റ് നിലയ്ക്ക് പോകാൻ പറ്റില്ല. ഞാൻ കാർപ്പൻഡർ ആയിരുന്നു. കാർപ്പൻഡർ ആ നിലയ്ക്ക് സാറേ പോകാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് മേഖല വല്ല പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ വിഷയത്തിൽ വരാം. ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ ശാംബശിവൻ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് കരുതാട് പറഞ്ഞിരുന്നു. അത് കറക്റ്റ് കാര്യമാണ്. അതേപോലെ വേടനെ കൊണ്ട് വെക്കരുത്. ശാംബശിവൻ വേറെ, KPCC നാടക വേറെ, അത് വേറെ ലെവൽ. പക്ഷേ ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ CPM-ന്റെ വലിയ നേതാവ്, അദ്ദേഹം അവിടെ പോവുകയും പങ്കെടുത്തതും തെറ്റില്ല. പക്ഷെ ഇതിനെ മറുപടി പറയേണ്ടത് ഹരിയ ടീച്ചറാണ്. ഹരിയ ടീച്ചർ മേഡമാണ് പറയേണ്ടത്. അവർ ഈ ഇതിനെ വ്യക്തമാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇനി രാഹുൽ മാങ്കൂടത്തിന് അവർക്ക് സീറ്റ് കൊടുക്കും, വേടന് സീറ്റ് കൊടുക്കും. എന്തും ഏതിനും എന്ത് വില കൊടുത്തും ഈ രാഷ്ട്രീയം മൂന്നാമതോ അധികാരത്തെ വരണമെന്ന് അവർ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിന്റെ ഭാവി നശിക്കുന്നു. എല്ലാവർക്കും അറിയാം. വേടന്റെ പരിപാടി കാണാൻ പോകുന്നത് CPM-കാരല്ല, DYFI, SFI, KS ഒന്നുമല്ല. എല്ലാവരും പോകുന്നുണ്ട്. എല്ലാ ജാതി ഭേദമില്ല രാഷ്ട്രീയമൊക്കെ പോകുന്നുണ്ട്. അദ്ദേഹം പുതിയ തലമുറയെ ഒരു മൈക്കിൾ ജാക്സനെ പോലെ പാടുന്നു. അവിടെ പോയി അദ്ദേഹത്തിന്റെ ഈ കല്യാണം മേരെ സമയത്ത് പോലും അവിടെ ചെന്ന് വോട്ട് പിടിക്കാൻ പോകുന്ന ഗതികേട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊണ്ടുവച്ചെനിക്ക് വലിയ പ്രയാസമുണ്ട് സാറേ. അല്ല, ഇത് ഇങ്ങനൊന്നും തരം പാടില്ല. അതിന്റെ പ്രസ്ഥാനം മനസ്സിലാക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വില മനസ്സിലാക്കണം. ആ കൊടിയുടെ മനസ്സിലാക്കണം അദ്ദേഹം. എന്നിട്ട് വേണമെങ്കിൽ ശ്രദ്ധ കയറി പോകേണ്ടത്. ഇതെല്ലാം കൊണ്ട് വെച്ചുകൊടുത്താരാണ് കേരളത്തിന്റെ ഒറ്റച്ചങ്കൻ പിണറായി ചെയ്ത വേലയാണ് പാവങ്ങൾ തണ്ടാൻ പോണത്. MA ബേബിയും ഇവരൊക്കെ പോകുന്നത് അതിന്റെ പ്രതിഫലത്തിന് വേണ്ടി. ഇയാള് ഈ മുഖ്യമന്ത്രി ചെയ്തതിന്റെ കഷ്ടകാലം ചെയ്ത് മുടിപ്പിച്ചതിന് വേണ്ടിയാണ് ഈ പാവങ്ങൾക്ക് എല്ലാവരും കയറി ഇറങ്ങുന്നത്. ഇത്രയും വലിയ മുഖ്യമന്ത്രി വിരുദ്ധനാണോ ശ്രീ ശിവദാസൻ? ശരി, ഓക്കെ. ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കലാകാരന്മാരുടെ അവസ്ഥയെപ്പറ്റി കൂടി ഒരു ചർച്ച വേണം എന്നാണ് എന്നോട് ശശിധരൻ പിള്ളൈ പറയുന്നത്. കാരണം പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കലാപരിപാടികൾ ഒഴിവാക്കുന്നു. കാരണം ക്ഷേത്രം തീരുമ്പോൾ 10 മണിക്ക് അടുത്തതാകും. അപ്പോൾ പിന്നെ പരിപാടി അവതരിപ്പിക്കാൻ എവിടെ സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ കലാകാരന്മാർ വലിയ പ്രതിസന്ധിയിലാണ്. ഏതായാലും അപ്പോൾ വേടനെ പോലുള്ള കലാകാരന്മാർക്ക് പ്രതിസന്ധിയില്ല. ഓക്കെ. അപ്പോൾ അമ്പാടി പറയുന്ന കഞ്ചാവ് കേസിൽ വേടനെ പിടിച്ചത് ഗോവിന്ദൻ്റെ പോലീസല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്നോട് അതേസമയം ഈ ഒരു പ്രേക്ഷക എന്നെ ദീർഘകാലത്തിന് ശേഷം കണ്ടതിലൊക്കെയുള്ള വലിയ സന്തോഷം വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. ശാന്തകുമാരി പറയുന്നത് നീണ്ട അവധിക്ക് ശേഷം കാണുമ്പോൾ വലിയ സന്തോഷം തോന്നി എന്നായിരുന്നു. ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞതാണ് പ്രേക്ഷകരോട്, ഞാനൊരു ചെറിയ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വീട്ടിലേക്ക് പോയതാണ്. ഏതായാലും ഈ പിന്നെ വേടൻ്റെ കാര്യത്തിൽ CPM ചെയ്തത് ശരിയായില്ല എന്നാണ് എന്നോട് ശ്രീ ശാന്തകുമാരി പറയുന്നത്. അവർ ഒരു റിട്ടയേർഡ് അധ്യാപികയാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്ത് പറയും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി മണിമല എവിടെയെന്ന്. അത് കേട്ടിട്ട് ചിരിക്കാൻ തോന്നുന്നുണ്ട്. ചിരിയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. കാരണം ഇതിലെ ഒരു പ്രതികരണം, അങ്ങയുടെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും ഇപ്പം അറിയണം. നമസ്കാരം. 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 ഈ അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യമുണ്ട്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷാജി പത്തനംതിട്ട വിളിച്ചിട്ട് കോന്നി ഏരിയയില് സർക്കാർ സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊരു സംഭവം നടന്നായിരുന്നു, ഒരു ചർച്ച നടന്നായിരുന്നു. അന്ന് നമ്മുടെ അവതാരകനോട് ഞാൻ ആ സ്കൂളിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് തരാമെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ നമ്മുടെ കിരണായിരുന്നു അതിന്റെ പിന്നെ അവതാരകൻ. അത് വലിയ തർക്കമൊക്കെ പോയി. പക്ഷെ ഇതുവരെ സംഗതി വെളിയിൽ വന്നിട്ടില്ല. അതായത് സർക്കാരിനെ അവഹേളിക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടേ. അപ്പൊ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അത് പിന്നെ അവസാനം തെളിവില്ല. ഇങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിവിന്റെ ആവശ്യമില്ല. അവരങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോവുക ചെയ്യാം. ഏതായാലും നിങ്ങൾ രണ്ടുപേരും അവതാരകർ നല്ല ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു ദുരാരോപണം വന്നാൽ നിങ്ങൾ ചലഞ്ച് ചെയ്യാറുണ്ട്. അതിന് നിങ്ങളുടെ രണ്ടുപേരോടും എനിക്ക് നന്ദിയുണ്ട്. ഈ ഷാജി പത്തനംതിട്ട എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്നും ചോദിച്ചു വെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വേടൻ കല്യാണം കഴിക്കുന്നു എന്നുള്ള കാര്യം സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ വേടന്റെ പരിപാടിയൊന്നും കേട്ടിട്ടില്ല. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ അവിടെ കേട്ട് കുറേശ്ശെ കേട്ടിട്ടേ ഉള്ളൂ. അധികം നാളായിട്ടും ഇല്ല ഇങ്ങനെ വേടൻ എന്ന് പറയുന്നത്. ഈ പാട്ട് അധികം കേൾക്കുന്ന ആളല്ലേ? ഞാൻ പാട്ട് കേൾക്കുന്ന. പക്ഷെ ഈ വേടന്റെ സംഭവം എങ്ങനെയായിട്ട് ശ്രദ്ധ വന്നില്ല. ഇതുപോലെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തെങ്ങും അങ്ങനെ ഒരു പരിപാടി വന്നിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ വേടന്നൊരു ആളുണ്ടെന്നും യുവാക്കളുടെ ഒരു ഹരമാണെന്നും അവർക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണെന്നും ഒക്കെ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടതല്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ തേടിയത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. വേടന്റെ ചില പാട്ടുകളൊക്കെ അതിന്റെ ലൈനുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ പഴയ ആൾക്കാരായതുകൊണ്ട് ഈ അടിപൊളി പാട്ടുകളുണ്ടല്ലോ, ഈ വലിയ വലിയ ബാസൊക്കെയുള്ള പാട്ടുകള്, അതിനോട് നമുക്ക് താല്പര്യം കുറയുന്നത് കൊണ്ട് അതിന്റെ ഒന്നും അടുത്ത് പോയിരിക്കാൻ പറ്റില്ല. കാരണം ആ ബോക്സിന്റെ ഒക്കെ അടുത്ത് പോയിരുന്നാല് നമ്മുടെ ഹാർട്ട് പറഞ്ഞ് വയറ്റിനകത്ത് വീഴുന്ന പോലെ ശബ്ദമാണ്. മെലഡിയാണ് ഇഷ്ടം. വളരെ ശാന്തമായ പൊതുവെ നമുക്ക് ഇഷ്ടമാണ്. അടിപൊളി ഇഷ്ടമാണെങ്കിലും ആ അടിപൊളിക്ക് ഒരു ലിമിറ്റ് വേണം. അത്രയും ലിമിറ്റ് ഇല്ലാത്ത അടിപൊളിയാണ് വേടേണ്ടത്. പക്ഷെ വേടന്റെ ചില ലൈനുകളൊക്കെ വളരെ പിന്നെ ആകർഷണീയമാണ്, വിപ്ലവാത്മകമാണ്. അങ്ങനെ നടക്കുന്ന വേടനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഇത്ര വലിയൊരു ദുരാരോപണം കേട്ടത്. അത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്കും വിഷമം തോന്നി. ഇങ്ങനെ ഇത്ര ചെറുപ്പക്കാരനായ ഇത്രയും പോപ്പുലറായ ഒരാളിങ്ങനെ ചെന്ന് പെട്ടല്ലോ എന്നൊരു വിഷമം തോന്നി. എന്തായാലും അതിനെപ്പറ്റി ഒരു കേസ് വരികയും പിന്നെ കേസ് ചെയ്ത് വഴിക്ക് പോയെന്നപ്പോ നമുക്ക് നിശ്ചയമൊന്നുമില്ല. കോടതി അന്ന് പറഞ്ഞു ഇത് പ്രഥമദൃഷ്ടിയാൽ എന്തൊക്കെയോ അങ്ങനെ ചില പരാമർശങ്ങളോടുകൂടിയാണ് ജാമ്യം കൊടുത്തത്. അതെ, ജാമ്യത്തിലാണ് വേടനിപ്പോ. അതിന്റെ ഒരു വിധി വരാതെ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള കേസുകളിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ അധികം. ഒരിക്കല് എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വനിത, അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ അവരുമായിട്ട് ചിലപ്പോൾ വഴക്കിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോ അവർക്ക് ആരോ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. കൃഷ്ണൻകുട്ടിയുടെ പേരിൽ പീഡനമോ വല്ലതും ആരോപിച്ചു കഴിഞ്ഞാൽ അവൻ ശരിയായിക്കോളൂന്ന്. കേസ് കൊടുത്തു അവര്? ഇല്ല, അവര് 4 പേര് ലെറ്റർ ഉണ്ടാക്കി വെച്ചു. അവരെ യൂണിയൻകാരാണ് അങ്ങനെ ഉപയോഗിച്ചതേ. പക്ഷെ യൂണിയൻകാരിൽ വിവരമുള്ള ഒരുത്തനുണ്ടായിരുന്നു. അയാൾക്ക് എന്നെ അറിയാം. അപ്പൊ അയാള് ഇവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ വല്ലവരും കേട്ട് പറയുന്ന കേട്ട് ഇങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തെളിവ് കൊടുക്കേണ്ടി വരും.
ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും കുടുങ്ങിയെന്ന് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരായാലും അയച്ചില്ല. പരാതി ഈ ഉപദേശം അവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ അയക്കുമായിരുന്നു. അയച്ചു കഴിഞ്ഞാൽ എന്റെ ഇമേജ് എവിടെ പോയി കിടക്കും? അങ്ങനെ ഒരു അനുഭവം എനിക്കുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിയുമ്പോ വേടൻ നിരപരാധിയാണെന്നോ അപരാധിയാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേടൻ കല്യാണം കഴിക്കുന്നതോട് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവര് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ആരോപണം ഉന്നയിച്ച ആളിനെയാണോ വേറെ ആളിനെയാണോ നമുക്കറിയില്ല. ആരോപണം ഉന്നയിച്ച ആളിനാണ് കല്യാണം കഴിക്കണമെങ്കിൽ കേസ് പോലും ഇല്ലാന്ന് ചില ഹൈക്കോടതി വിധിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വേടന് എല്ലാവിധ വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. വേടൻ ഇനിയെങ്കിലും നന്നായിട്ട് വരട്ടെ. ഇനി ആരോപണങ്ങളിലൊന്നും പെടാതെ കൂടുതൽ പോപ്പുലറായിട്ട് ജനങ്ങളെ ഹൃദയങ്ങളിൽ കടന്നു കയറുന്ന പരിപാടികളായിട്ട് മുന്നോട്ട് വരട്ടെ. നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ, ജനം ആസ്വദിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ വേടനെ പറ്റി ഇതുവരെയായിട്ട് ദുഷ്ടനെന്ന് പറയാനുള്ള സംഗതിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ പറയുന്നതുമില്ല. ഏതായാലും ആ കേസ് വരട്ടെ, വിധി വരട്ടെ, അപ്പൊ നമുക്കറിയാം. എന്തായാലും വേടൻ ഒരിക്കൽ കൂടി വിവാഹ മംഗളാശംസകൾ. ഇനിയും ഗോവിന്ദ മാഷ് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ മാഷിനും വേടന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമായിരിക്കും. വേടന്റെ ഈ പാട്ടിന്റെ ലൈനും സാഹിത്യവും ഒക്കെ പുള്ളിക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എക്സൈസ് മന്ത്രി ആയിരുന്നല്ലോ, അപ്പൊ കഞ്ചാവ് കേസ് അല്ല, അതിനെ വലിയ ദോഷകോടെ കാണേണ്ട കാര്യമില്ല. ഒരു നല്ല കാര്യമല്ലേ കല്യാണം കഴിക്കുന്നത്. അത് അനൗൺസ് ചെയ്യുകയോ ആശംസ നേരുകയോ ഒക്കെ ചെയ്യട്ടെ, അതിന് കുഴപ്പമില്ല. അതിനെ നമ്മൾ ഒത്തിരി വലിയൊരു വിമർശനാത്മകമായിട്ട് കാണേണ്ട ആവശ്യം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം അനക കൂടി ചേരുന്നുണ്ട്. അനക ഒരു പുതിയ തലമുറയുടെ ആളാണ്. അനക ഈ വേടന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? അനക ഞാനങ്ങനെ കേൾക്കാറൊന്നുമില്ല സാർ. കേൾക്കാറില്ലേ? പക്ഷെ ഈ യുവാക്കളുടെ ഒക്കെ ഒരു ഹരമാണ് വേടൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അതിപ്പോ നമുക്ക് എല്ലാ യുവാക്കളും പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ ജെൻസി ആയിക്കോട്ടെ, ഇപ്പം ഞങ്ങളെ പോലെ 90s കിഡ് ആയിക്കോട്ടെ, ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ജെൻസിയിലും ഈ പറഞ്ഞ പോലെ ഈ പല കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ആയി നിൽക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 90s കിഡിലാണെങ്കിലും ഇയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് പൊതുവെ ഇങ്ങനെ റാപ്പ് സോങ്ങിനോടൊന്നും താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഫോളോ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു അദ്ദേഹം രണ്ടു തരം കേസുകളിൽ പ്രതിയാണ്. ഒന്ന് ഗോവിന്ദ മാഷാണെങ്കിൽ എക്സൈസ് മന്ത്രിയുമാണ്. കഞ്ചാവ് പോലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പിന്നെ അത് തിരുത്തുകയും ചെയ്തു, അത് ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കുന്നു എന്നത് രാഷ്ട്രീയം നോക്കിയാണ്, ജാതി നോക്കിയാണെന്നൊക്കെ പറയുമ്പോൾ അത് സ്വീകാര്യമാകുമോ അനക യുവാക്കൾക്ക്? എന്താണ് തോന്നുന്നത്? അതിപ്പോ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ എന്തോ വെപ്രാളത്തി എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ സെലക്റ്റീവ് നീതിയോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല. എരാന്ന് പറഞ്ഞാൽ എര തന്നെയാണ്. അതിനൊരു സെലക്റ്റീവ് ആയിട്ട് കുറച്ചു പേരുടെ കൂടെ നിൽക്കാം, കുറച്ചു പേരുടെ കൂടെ നിൽക്കേണ്ട, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിൽ ഇവരാരും ഒന്നും പറയാം. അതും ആരോപ വിധേയനായാലും ഇപ്പൊ ജാമ്യത്തില്ല. അപ്പൊ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ആൾക്കാരെ ആക്രമിക്കാൻ, കുറച്ച് ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ, അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അങ്ങനെയുള്ള ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് ഉണ്ട് കേട്ടോ, അതിനോട് എനിക്ക് താല്പര്യമില്ല. പരിഗണിക്കേണ്ടത് ആ പ്രതിയുടെ രാഷ്ട്രീയമോ ജാതിയോ അല്ല. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്ന് പറയും ഇന്ന ആൾ ഇന്ന പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ന് തൊട്ട് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുറ്റം നോക്കുക. അല്ലാതെ അവന്റെ ജാതി എന്താ, അവന്റെ മതം എന്താണ്, അവൻ ഏത് പാർട്ടിക്കാരനാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. അവന്റെ കുറ്റം നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ ജാതി, മതം, പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാലത്ത് ആർക്കും ശിക്ഷ വിധിക്കാനോ അല്ലെങ്കിൽ ആരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ എന്ത് രീതിയാണുള്ളത്? അപ്പൊ പിന്നെ ചെയ്ത കുറ്റം ആരും മൈൻഡ് ചെയ്യത്തില്ല. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫേവറിറ്റിസം വരും. ഇന്ന ആളുടെ ആളാ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇയാളുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഈ ജെൻസിയുടെ ഇടയിലൊക്കെ ഒരു പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ട്. ചിലപ്പോ ഇലക്ഷനൊക്കെ വരുമല്ലോ, അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. യൂട്യൂബിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ഇത് പാർട്ടി സെക്രട്ടറി ഇത്തരം ഒരു നിലപാടെടുത്തപ്പോൾ ആ നടപടി ശരിയായിരുന്നോ എന്ന ഒരു ചോദ്യമാണ്. കാരണം ഒരു പാർട്ടി കല്യാണം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ശരിയാണോ എന്നായിരുന്നു ചോദ്യം. വിവാഹം പരസ്യപ്പെടുത്തിയ എം.വി. ഗോവിന്ദൻ്റെ നടപടി ശരിയാണോ എന്ന ചോദ്യത്തിന് പക്ഷേ 28% ആളുകളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 72% ആളുകളും അത് എം.വി. ഗോവിന്ദൻ മാഷെ പോലെ ഒരാൾ അതിന് നിൽക്കരുതായിരുന്നു എന്ന നിലപാടാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ശക്തി, ആ നിയമം, അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നു എന്ന വിശ്വാസത്തിലാണ്. രാഷ്ട്രീയ നിലപാടോ ജാതിയോ സാമൂഹിക സ്ഥിതിയോ നോക്കാതെ
ഒരു പൗരനും നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരേ മാനദണ്ഡത്തിൽ എല്ലാവരെയും കാണുക എന്നതായിരിക്കണം സർക്കാർ പാലിക്കേണ്ട അടിസ്ഥാന കടമ. കുറ്റാരോപണങ്ങൾ ഉയരുമ്പോൾ വ്യക്തിയുടെ പശ്ചാത്തലമല്ല, കുറ്റത്തിൻ്റെ ഗൗരവമാണ് നിർണായകം. നിയമം അത് വരുമ്പോൾ അതിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന സന്ദേശമാണ് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടത്. അപ്പോഴാണ് ഒരു ഭരണ സംവിധാനത്തിൻ്റെ വിശ്വസ്യത ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. അതിനാൽ വിവേചനമില്ലാത്ത ഒരു സമീപനം, കുറ്റത്തിൻ്റെ ഗൗരവവും അതനുസരിച്ചുള്ള കർശന നടപടിയും ആണ് എന്നതാണ് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടത്. ഇതാണ് ഒരു നീതിയുള്ള ഭരണത്തിൻ്റെ അടയാളം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.